അപ്പോൾ ഈ ഉത്തർപ്രദേശിൽ 40 സീറ്റുകൾ ആണ് ഇന്ത്യ ബ്ലോക്ക് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് 80 സീറ്റുകളാണല്ലോ ആകെ ഉത്തർപ്രദേശിലുള്ളത്. ഈ 80 സീറ്റുകളിൽ നിലവിലിപ്പോൾ 64 സീറ്റുകൾ എൻ ഡി എക്കുണ്ട്. 62 സീറ്റ് ബി ജെ പിക്കും 2 സീറ്റ് അപ്നാദളിനും 64 സീറ്റുകളുണ്ട്. അതേസമയം ഇന്ത്യ ബ്ലോക്കിന് കേവലം 6 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ ബി എസ് പിക്കാണ് ലഭിച്ചത്. ബി എസ് പി ഇപ്രാവശ്യം ഒരു മുന്നണിയുടെയും ഭാഗമല്ല. അപ്പോൾ ആ 10 സീറ്റുകൾ മാറ്റിവെച്ചാൽ പിന്നിലുള്ളത് 5 സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്കും 1 സീറ്റ് റായ്ബറേലി കോൺഗ്രസിനും. അപ്പോൾ 6 സീറ്റുകളുണ്ട്. ഈ 10 സീറ്റുകൾ എന്ന് പറയുന്നത് ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം ഒരു സീറ്റ് പോലും ബി എസ് പിക്ക് കിട്ടുകയില്ല. കാരണം ഉത്തർപ്രദേശിൽ എവിടെയും ഒരു സീറ്റ് തനിച്ച് നേടാൻ കഴിയുന്ന ശക്തി ബി എസ് പി എന്ന പാർട്ടിക്കില്ല. ബി എസ് പിക്ക് മറ്റു പാർട്ടികളുടെ പിന്തുണയുമില്ല. അതുകൊണ്ട് ആ 10 സീറ്റുകൾ എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ 10 സീറ്റുകളും ബി ജെ പിയിലേക്കാണ് പോകുന്നത് എങ്കിൽ 64 + 10 74 സീറ്റുകളാകാം ബി ജെ പിക്ക്. ബാക്കി 6 സീറ്റുകൾ ഇന്ത്യ മുന്നണി നിലനിർത്തുന്നു. അങ്ങനൊരു സാഹചര്യം യു പിയിൽ ഇപ്പം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. കാരണം 74 സീറ്റ് പോലും ബി ജെ പിക്ക് അവിടെ കിട്ടില്ല. കാരണം 62 സീറ്റുകൾ നിലനിർത്തുക എന്നത് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ വെല്ലുവിളിയാണ്. നേരിയ ഭൂരിപക്ഷത്തിന് ബി ജെ പി വിജയിച്ചു വന്ന ഒട്ടേറെ മണ്ഡലങ്ങൾ അവിടെയുണ്ട്. ഈ പറയുന്ന 74 സീറ്റുകൾ കിട്ടണമെങ്കിൽ നിലവിൽ അവർക്കുള്ള 62 സീറ്റുകൾ അതേപടി തുടരണം. പ്ലസ് 10 സീറ്റുകൾ എൻ ബ്ലോക്കായിട്ട് ബി എസ് പിയുടേത് ബി ജെ പിയിലേക്ക് എത്തിച്ചേരണം. അസാധാരണമായ ഒരു സാഹചര്യമാണത്. അങ്ങനൊരു സാഹചര്യം രൂപപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രവുമല്ല, ഈ പറയുന്ന കോൺഗ്രസും എസ് പിയും തമ്മിൽ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്ന ഐക്യത്തിന് ഒരു ഇമ്പാക്റ്റും യു പിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മാത്രമേ ഈ 6 സീറ്റുകളെന്ന പഴയ നമ്പറിലേക്ക് അവർ വീണ്ടും പോവുകയുള്ളൂ. അപ്പം എസ് പിയും കോൺഗ്രസും കൂടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യ ബ്ലോക്ക് അവിടെ ഒരു വലിയ മുന്നേറ്റം നടത്തുന്ന സാഹചര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ 74 ഇമ്പോസിബിളാണ്. എൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് വേണമെങ്കിൽ 25 സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യത്തിന് അവിടെ ലഭിക്കാം എന്നാണ്. അതായത് 55 സീറ്റുകളിലേക്ക് എൻ ഡി എ പോകുന്നു, 25 സീറ്റുകളിലേക്ക് എസ് പിയും കോൺഗ്രസും അടക്കമുള്ള സഖ്യം വരുന്നു. അതിനുള്ള സാഹചര്യമാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഏകപക്ഷീയമായി ഈ പറയുന്ന 10 ബി എസ് പി സീറ്റുകളും പ്ലസ് ഇതുവരെ കിട്ടിയ എല്ലാ സീറ്റുകളും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉത്തർപ്രദേശിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ടേക്ക് 25 ഫോർ യു പി എ, അല്ല ഇന്ത്യ ബ്ലോക്ക്.